തൃശൂർ ചേലക്കരയിൽ ജനവാസ മേഖലയിൽ നിന്നും വിട്ടൊഴിയാതെ കാട്ടാനകൾ. ചേലക്കര ചെറംകോണത്ത് കാട്ടാന പന മറിച്ചിട്ട് വീടിന്റെ മേൽക്കൂര തകർത്തു. ചെറംകോണം ചീരാമ്പറമ്പിൽ അലിയുടെ വീടിന് മുകളിലേക്കാണ് പന മറിച്ചിട്ടത്. തലനാരിഴയ്ക്കാണ് വീട്ടുകാർ രക്ഷപ്പെട്ടത്. ചേലക്കര ജനവാസ മേഖലയിൽ കാട്ടാന ശല്യം വർദ്ധിച്ചു വരികയാണ്. ചെറങ്കോണം ചീരാമ്പറമ്പിൽ അലിയുടെ വീടിന് മുകളിലേക്ക് കൂറ്റൻ ഈറമ്പനയാണ് കാട്ടാന മറിച്ചിട്ടത്. പന വീണത് വീടിന്റെ പുറകുവശത്തായതുകൊണ്ട് വലിയ അപകടം ഒഴിവായി. നിരവധി ഓടുകൾ തകർന്നു വീണു. വീടിന് മറ്റ് കേടുപാടുകളും സംഭവിച്ചു. കാട്ടാനപ്പേടി കാരണം പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് വീട്ടുകാർ പറയുന്നു. നിലവിൽ വീടിനകത്തു പോലും സുരക്ഷിതരല്ലാതായി. 2 കാട്ടാനകൾ പ്രദേശത്ത് സ്ഥിരം എത്തുന്നുണ്ടെന്നും വീട്ടുകാർ പറയുന്നു. ആന ഇപ്പോൾ ഇന്നലെ 2 ഇന്നലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതാണ് ആനയുടെ രാത്രി 10:30 ആയി കഴിഞ്ഞാൽ ആന ഇങ്ങനെ ഇറങ്ങുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ആ സൈഡിൽ കൂടെയാണ് ആന ഇറങ്ങുന്നത്. അപ്പോൾ ഒരുപാട് മരങ്ങളുടെ ഇടയിലാണ് ഇപ്പോൾ ഞങ്ങളുടെ വീട് തന്നെ. അപ്പോൾ അത് കാരണം എന്താ നശിപ്പിക്കണമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. പിന്നെ ഫോറസ്റ്റിൽ നിന്ന് വരും അവർ ഇതേപോലെ പടക്കമൊക്കെ പൊട്ടിക്കുമ്പോൾ ആന പോകും. പക്ഷേ പിറ്റേ ദിവസം ആ സമയമാകുമ്പോൾ ആന അങ്ങനെ വരികയാണ്. അപ്പോൾ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. കാട്ടാനകൾ ജനവാസ മേഖലയിലെത്തി ആക്രമണം തുടങ്ങിയതോടെ ആശങ്കയിലാണ് പ്രദേശവാസികൾ. അധികൃതർ ഇടപെട്ട ഉടൻ കാട്ടാനകളെ തുരത്താനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. അമൃത ന്യൂസ്, തൃശൂർ.